ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോ ഹോണ്ടയുടെ CD റോൺ വണ്ടി. അതിൻ്റെ ഒരു എഞ്ചിൻ വർക്കിൻ്റെ ഒരു വീഡിയോ ഉണ്ടോ. നിലവിൽ നമുക്ക് അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ ഗേറ്റ്, ക്ലച്ച് ഡിസ്ക്, ടൈം എഞ്ചിൻ ഇതെല്ലാം മാറ്റിയിട്ട് ചെയ്യുന്ന വർക്കാണ്. ഒരു വർഷം വാറണ്ടിയിൽ ചെയ്യുന്ന വർക്കാണ്. ഒരു വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്ററാണ് എൻ്റെ വാറണ്ടി പീരീഡ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യുന്നതിൽ ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടറൊക്കെ മാറ്റി പുതിയതാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ പുതിയ അസംബ്ലി ഇപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. ക്രാങ്ക് ഷാഫ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് 3775 രൂപ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വന്നിട്ടുണ്ടോ. 3775 രൂപ ഉണ്ട്. അതേപോലെ തന്നെ സിലിണ്ടർ കിറ്റ്, സിലിണ്ടർ, പിസ്റ്റൺ, റിങ്സ് അടക്കം വരുന്നൊരു കിറ്റായിട്ടാണ് മറ്റേ. അതിൻ്റെ വില വന്നത് 2250 രൂപ നമുക്ക് അതിന് കോസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ നമുക്ക് അതിൻ്റെ ഗ്യാസ്കറ്റുകൾ മാറ്റേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഓയിൽ സീൽ കിറ്റ്, ടൈമിംഗ് ജെയിൻ്റെ കിറ്റ്, ക്യാം ജെ കിറ്റ് നമുക്ക് മാറുന്നുണ്ട്. ക്യാം ജെ കിറ്റൊക്കെ വരുമ്പോൾ 450 രൂപയാണ് നമുക്ക് അതിന് കോസ്റ്റ് വരാം. പിന്നെ അതേപോലെ തന്നെ പുഷ് റോഡ്, അതിൻ്റെ ടൈമിംഗ് ജെയിൻ്റെ തന്നെ പുഷ് റോഡ് എന്ന് പറഞ്ഞിട്ട് യൂണിറ്റ് 102 രൂപ ഉണ്ട്. ക്ലച്ച് ഡിസ്കും പ്ലേറ്റും കൂടി മാറ്റുന്നുണ്ട്. ക്ലച്ച് ഡിസ്ക് വരുമ്പോൾ കിറ്റേപ്പാടി വരുമ്പോൾ നമുക്ക് 4 വന്നാൽ ഒരു കിറ്റിനകത്ത്. അതിനകത്ത് 392 അതിൻ്റെ തന്നെ 135 രൂപ പ്ലേറ്റ് വരും. പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ ഫ്ലവർ നെട്ടൊക്കെ വെട്ടി അയച്ചാൽ നമ്മൾ അതൊക്കെ മാറ്റി പുതിയ സെറ്റ് ഉണ്ട്. അതിൻ്റെ ഓറിങ്, ക്യാമിൻ്റെ ഐറ്റംസ്, അങ്ങനെ ഗ്യാസ്കറ്റ് തുടങ്ങിയ എല്ലാ ഐറ്റംസും മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യുന്നത്. ഗിയർ വീലുകൾക്കൊന്നും നിലവിൽ വേറെ കംപ്ലൈൻറ്റ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഗിയർ വീലുകളൊന്നും മാറ്റിയിട്ടില്ല. ഗിയറിൻ്റെ ഫോർക്കിൻ്റെ പിന്ന് മാത്രമാണ് നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്യണം. അതെന്ന് വെച്ചാൽ അതിന് അത്യാവശ്യം തേയ്മാനം വന്നതുകൊണ്ടുള്ളത് മാറ്റിയാണ്. പിന്നെ അതിനകത്ത് 1-2 ഐറ്റംസ് നമ്മൾ ലെയ്ത്ത് വർക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ വാൽവ് നമ്മൾ കിറ്റേപ്പാടി മാറ്റി, ഇത് പുതിയ വാൽവാണ്. ഈ വാൽവ് കൊടുത്തിട്ട് അത് നമ്മൾ ലേത്തി കൊടുത്തിട്ട് സീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് മേടിച്ചിട്ടുണ്ട്. അതിന് പുറമെ ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ഈ സൈഡിൽ വന്ന് 2 ബെയറിങ് മാറ്റിയിട്ട് നമ്മൾ പുതിയതാണ് സെറ്റ് ചെയ്തതാണ്. കാരണം ആ ബെയറിങ് ഒരെണ്ണം അത്യാവശ്യം പ്ലേ കാണിച്ചു തുടങ്ങിയായിരുന്നു. അത് കൂടാതെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ക്ലച്ച് ഔട്ടർ യൂണിറ്റ്, ക്ലച്ച് ബെല്ലെന്ന് പറയും. അതിൻ്റെ ഈ മുകളിൽ വന്ന ഭാഗം, ഈ അലുമിനിയത്തിൻ്റെ അതിൻ്റെ ഈ സൈഡ് വന്നിട്ട് ക്ലച്ച് ഡിസ്ക് വന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് സ്റ്റെപ്പ് പോലെയായി ഫ്രീ പ്ലേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത് നമുക്ക് ലെയ്ത്തി കൊടുത്തിട്ട് ചെയ്തത്. അപ്പോൾ ലെയ്ത്ത് വർക്ക് വന്നാണെങ്കിൽ 3 ഐറ്റാണ്. അതിനകത്ത് ഇതിൻ്റെ ക്ലച്ച് ബെല്ലിൻ്റെ അലുമിനിയം വീല് മാറ്റി വേണം. അതേപോലെ തന്നെ ക്യാം ഷാഫ്റ്റിൻ്റെ 2 സൈഡ് ബെയറിങ്, അതേപോലെ വാൽവ് സീറ്റിങ്, ഗേഡ് കാര്യങ്ങളൊക്കെ മാറ്റി അത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ. മാക്സിമം നമുക്ക് അതിൻ്റെ വർക്ക് പരമാവധി നമുക്ക് ഇന്നലെ നാളെ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. പിന്നെ അതിൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് 1 ഇയറാണ് വാറണ്ടി പറയാം. വാറണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് നമ്മളത് വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അത് ഏതൊക്കെ പീരീഡിലാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫിനിഷ് ചെയ്ത വർക്കിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ് കേട്ടോ. പിന്നെ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ ബെയറിങ്ങുകളും, ഈ ബെയറിങ്ങൊക്കെ മാറ്റി നമ്മൾ പുതിയത് അടിച്ചതാണ്. അതേപോലെ തന്നെ ഈ കേസുമേ ബെയറിങ് 2 മാറ്റി പുതിയത് ചെയ്താണ് കേട്ടോ. അപ്പോൾ ബെയറിങ്ങൾ അത്യാവശ്യം അതിനോടനുബന്ധിച്ചുള്ള ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ട് തന്നെ നമ്മൾ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ കോൺടാക്ട് ചെയ്യാം. വർക്ക് ടെസ്റ്റ് വർക്കും എഞ്ചിൻ വർക്കും കൂടിയിട്ടാണ് വന്നേക്കണേ കേട്ടോ. അതനുസരിച്ചുള്ള വർക്കുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.